ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 10th പ്രിലിംസിൻ്റെ കോഴ്സ് ആരംഭിച്ചിരുന്നു. ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻ കേരള റിനൈസൻസ് ആണ്. ഞാൻ പറഞ്ഞു 10th പ്രിലിംസിനൊക്കെ കേരള റിനൈസൻസ് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയുടെ ഒക്കെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പിന്നെ മാത്സും ജി കെ മാത്രമേ ഉള്ളല്ലോ, മലയാളവും ഇംഗ്ലീഷും ഇല്ല. അപ്പം ഒരു കൂടുതൽ മാർക്കും ഈ ഒരു ജി കെ പോർഷനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം റിനൈസൻസിൽ നിന്ന് 5-6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ബേസിക് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷം നടത്തിയ ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുമാത്രം ഇമ്പോർട്ടൻസിലാണ് ഈ ഒരു ടോപ്പിക്കിനെ കണ്ടിരിക്കുന്നതെന്ന്. എല്ലാവരും അപ്പം ശ്രദ്ധിച്ച് ഈ ഒരു ടോപ്പിക്ക്, ഇത് ശകലമേ ഉള്ളൂ, കുറച്ച് ലീഡേഴ്സ് അല്ലേ ഉള്ളൂ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ഫാക്ട്സും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത പ്രിലിമിനറിക്ക് പോകാൻ നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി വാക്ഫടാനന്ദൻ, ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PRDSൻ്റെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി ചട്ടമ്പി സ്വാമികൾ, ഡി അയ്യങ്കാളി. അറിയാമല്ലോ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്കറിയാം, നമുക്ക് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിലും പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഉള്ളത്. അടുത്തത്, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ, ബി ചട്ടമ്പി സ്വാമികൾ, സി ശ്രീനാരായണ ഗുരു, ഡി വാഗ്ഭടാനന്ദനാണ്. സമത്വ സമാജം നമ്മൾ പറഞ്ഞില്ല, കാരണം വൈകുണ്ഠ സ്വാമികളാണ് ഓപ്ഷൻ എ ആണ്. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഫിലിംസിനകത്ത് എടുത്ത് പറയുന്നില്ല, ആ ഒരു സിലബസിൽ എടുത്ത് പറയുന്നില്ല. പിന്നെ ഇത്രയും നേതാക്കളുടെ, ഞാൻ പഠിപ്പിച്ച നേതാക്കളുടെ പേര് അത്രയും ഉണ്ട്, പിന്നെ തുടങ്ങിയ നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൂടി SCERT-യിലുള്ളത് ഒന്ന് റെഫർ ചെയ്തിട്ട് പോകണം. വൈകുണ്ഠ സ്വാമികളൊക്കെ പഴയ 7ാം ക്ലാസ് SCERT-യിലുള്ള ഒരു ഫാക്റ്റാണ്. അപ്പം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ ആണ്. വീണ്ടും പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെക്കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. പൊയ്കയിൽ യോഹന്നാനാണ്, അറിയാലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ VT ഭട്ടതിരിപ്പാടാണ് ഉത്തരം. അത് ഏത് സ്റ്റേജ് വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതെന്ന് ഇന്നലെ പറഞ്ഞു. ഇടക്കുന്നി, തൃശ്ശൂർ വെച്ചിട്ടാണ് അവതരിപ്പിച്ചതെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ, ഓപ്ഷൻ ഡി പൊയ്കയിൽ അപ്പച്ചൻ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചും SCERT ഫാക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്, 7ാം ക്ലാസ്സിലെ SS. അത് വായിച്ചിട്ട് പോവുക. നമ്മൾ പ്രിലിമിനറിക്ക് പോകുമ്പം ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ വളരെ നല്ല ക്ലിയറായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുകൊണ്ടാണ് ക്ലാസ് തരാഞ്ഞത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, സി അയ്യങ്കാളി, ഡി VT ഭട്ടതിരിപ്പാട്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. SCERT ഫാക്റ്റാണ്. ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. പക്ഷേ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അത് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ചട്ടമ്പി സ്വാമികൾ വിദ്യ വെച്ചിട്ട് തന്നെ ഒരു ഉദ്ധരണി ചട്ടമ്പി സ്വാമികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വിദ്യയും മിത്തവും ഉണ്ടെങ്കിൽ മാത്രമേ മാനുഷിക പുരോഗതി സാധ്യമാകൂ എന്നുള്ളതാണ് ആ ഒരു ഉദ്ധരണി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുമാണ്. ഇത് രണ്ടും SCERT പറഞ്ഞിട്ടുള്ള ഫാക്ട്സുമാണ്. അപ്പോൾ ഈ SCERT പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കോഡ്സ്, ചട്ടമ്പി സ്വാമികളുടെ കോഡ്സ്, അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു പൊയ്കയിൽ അപ്പച്ചൻ്റെ കുറേ കോഡ്സ്, അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് ആരുടെ പ്രസ്താവനയാണ് എന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ഇങ്ങനെ ചോദിക്കാനും അതുപോലെ തന്നെ ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ വിദ്യ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് എഴുതാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം വിദ്യ കൊണ്ട് പിന്നെ പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അപ്പോൾ
ശ്രീനാരായണ ഗുരുവിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് SNDP എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ സംഘടന നമുക്ക് ഒരു കൺഫ്യൂഷൻ വരികയില്ല. മറ്റേ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് വിദ്യയും മിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ മാനുഷിക പുരോഗതി സാധ്യമാവൂ എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട ലീഡേഴ്സ് എല്ലാം ഈ വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ആവശ്യകത അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് ഉദ്ധരണികളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരണത്തിന് വിധേയമാകും എന്നാണ്. അതും SCRT ഫാക്റ്റാണ്. 10ാം ക്ലാസ്സിൽ SCRT ആണ്. അപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ റിനൈസൻസ് ലീഡേഴ്സ് ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ആളുകൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ഫാക്റ്റ് ഉണ്ട്. അത് SCRT തന്നെയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവനെ പഠിക്കാനായിട്ടും വിദ്യാഭ്യാസം നേടാനായിട്ടും പണമുള്ളവർ സഹായിക്കണം എന്നുള്ള രീതിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഴയ 7ാം ക്ലാസ്സിലെ SCRT ആണ്. എല്ലാവരും SCRT ആ ഒരു ചാപ്റ്റർ എടുത്ത് നവോത്ഥാനമായിട്ട് റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്കുക. ചെറിയ ചാപ്റ്ററാണ്. നമുക്കറിയാമല്ലോ, സ്കൂൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊക്കെ ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ അത് ഏകദേശം നമ്മൾ പഠിച്ചതുമാണ്. അതോട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. SCRT പഠിക്കാതെ ഒരിക്കലും ഇന്നത്തെ കാലത്ത് PSC പഠനം സമ്പൂർണ്ണമല്ല എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ A ചട്ടമ്പി സ്വാമികൾ, B വൈകുണ്ഠ സ്വാമികൾ, C ശ്രീനാരായണ ഗുരു, D കുമാരഗുരുദേവൻ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം, അത് ഓപ്ഷൻ B വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ ഇതും SCRTയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഓപ്ഷൻ A വക്കം മൗലവി, ഓപ്ഷൻ B കുമാരഗുരു, ഓപ്ഷൻ C മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഓപ്ഷൻ D അയ്യങ്കാളി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അവസാനം ഞാൻ ഒരു പിൻഡ് മെസ്സേജായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെറിയ ഒരു പെശക സംഭവിച്ചിട്ടാണ് ഞാനത് പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് തെറ്റ് തിരുത്തി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ ഒരു പ്രിൻ്റ് മെസ്സേജായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് SCRT ഫാക്റ്റാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്. അയ്യങ്കാളിയാണ്. അടുത്തത്, സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ A വൈക്കം സത്യാഗ്രഹം, B ഉപ്പ് സത്യാഗ്രഹം, C ഗുരുവായൂർ സത്യാഗ്രഹം, D തോൽദർഗ് സമരം. ഒരിക്കലെങ്കിലും കേട്ടെങ്കിൽ നമുക്ക് എഴുതാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അത് നടപ്പിലാക്കിയത്. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. നെക്സ്റ്റ്, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? പഠിപ്പിച്ചതാണ്. ഓപ്ഷൻ A VT ഭട്ടതിരിപ്പാട്, B ചട്ടമ്പി സ്വാമികൾ, C പണ്ഡിറ്റ് കറുപ്പൻ, D വൈകുണ്ഠ സ്വാമികൾ. B ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കൃതികളും കൂടി, പ്രാചീന മലയാളം, അങ്ങനെ കുറച്ച് കൃതികൾ കൂടി പറഞ്ഞിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ച് ഓരോ റിനൈസൻസ് ലീഡേഴ്സിൻ്റെയും കൃതികൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. ചില കോഡ്സും കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകയില്ല. തുടർച്ചയായിട്ട് റിവിഷനും നടത്തുക. എന്നാൽ മാത്രമേ ഇതൊക്കെ മനസ്സിൽ ഉറയ്ക്കൂ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ആത്മോപദേശ ശതകം, B ദൈവദശകം, C ജാതിക്കുമ്മി, D ദർശനമാല. നമ്മൾ ജാതിക്കുമ്മിയും പഠിച്ചിട്ടുണ്ട്, ബാക്കി കൃതികളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ C ജാതിക്കുമ്മിയാണ് ആൻസർ. ജാതിക്കുമ്മി ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു, ജാതി വെച്ചിട്ട് തന്നെ ശ്രീനാരായണ ഗുരു മറ്റ് 2 കൃതികൾ എഴുതിയിട്ടുണ്ട്. ജാതി മീമാംസ, ജാതി ലക്ഷണം. അതും ജാതിക്കുമ്മിയും തമ്മിൽ തെറ്റരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ തന്നെ ഏകദേശം തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ജാതിക്കുമ്മി എന്നുള്ളൊരു ഓപ്ഷൻ തന്നേക്കുന്നത്. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ A അയ്യങ്കാളി, ഓപ്ഷൻ B പൽപ്പു, ഓപ്ഷൻ C വക്കം അബ്ദുൽ ഖാദർ, ഓപ്ഷൻ D കുമാരഗുരു. ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1893. ഞാൻ അതിൻ്റെ പിന്നിലുള്ള ഫാക്റ്റ്, വില്ലുവണ്ടി സമരം നടത്താനുള്ള കാരണമൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ സിലബസിൽ എടുത്ത് പറഞ്ഞ ലീഡേഴ്സിൻ്റെ മുഴുവൻ ക്ലാസ്സും തന്നിട്ടുണ്ട്. അപ്പം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടും നേരത്തെ നോക്കിയിട്ടൊന്നുമല്ല. ഞാനും ഇന്ന് റിവിഷൻ നടത്താമല്ലോ എന്ന് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തപ്പോഴാണ് ഇത്രയും ഫാക്ട്സ് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓരോ ലീഡേഴ്സിനെയും
വ്യക്തമായിട്ട് പഠിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, കാരണം 5ഉം 6ഉം മാർക്കിനാണ് ഓരോ ലീഡേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ്. ഇത് ശരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ഇതിനൊന്നും പറയാനായിട്ട് ഒക്കുകയില്ല. കാരണം ഇത് PSC പഠിക്കുന്ന ഏതൊരാളും, ഞാൻ ആദ്യം തന്നെ റിനൈസൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. നമുക്ക് പാറ്റേൺ മാറ്റിയപ്പോഴും അല്ലാത്തപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിനൈസൻസ്, കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേരളത്തിലുള്ളവർ കേരളത്തിലെ നവോത്ഥാന നായകരെക്കുറിച്ച് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും SCRT ഫാക്ട്സും ഉറപ്പായിട്ടും അത് ഏതുറക്കത്തിൽ വെച്ച് വിളിച്ചു ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പൊക്കോണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കുറയും, നെഗറ്റീവ് പഠിക്കും. ഇതിൻ്റെ ഒരു പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും, ബാക്കി PSC എഴുതുന്ന എല്ലാ ആൾക്കാരും ഇത് ശരിയാക്കുന്ന ആൻസേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരാൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിന്, അല്ലെങ്കിൽ ഇതിപ്പം ഒരു എൻട്രൻസ് എന്നുള്ള രീതിയിലുള്ള എക്സാമിനേഷൻ ആണല്ലോ, അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് ഒന്നും ചിലപ്പോൾ നമുക്ക് മറികടക്കാൻ ഒക്കുകയില്ല ഇതൊക്കെ തെറ്റിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് പഠിക്കാതെ പോയിട്ട്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും പഠിക്കുക. ഓരോ ലീഡേഴ്സിനെ ഓരോ ദിവസം എടുത്തോ, ക്ലാസ് കേട്ടോ, വോയിസ് കേട്ടോ, എങ്ങനെയാണെങ്കിലും പഠിക്കുക. അപ്പോൾ പഠിക്കാൻ ഒരുപാട് മാർക്കുകൾ നമുക്കുണ്ടല്ലോ, നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾ തന്നെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2021 തൊട്ട് ഈ പ്രിലിമിനറി നടത്തുന്നുണ്ട്. 21 നടത്തി, 22 നടത്തി, 23 2 ഘട്ടമായിട്ട് 2 ടൈപ്പ് നടത്തി. അതായത് LGSന് വേണ്ടി നടത്തി, ഗാന്ധി ബോർഡിന് വേണ്ടി നടത്തി. ഇനിയിപ്പോൾ 24 നടക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊന്നും ഒരു പഞ്ഞവും ഇല്ല. എത്ര സെറ്റ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഓരോന്നും എടുത്ത് റിനൈസൻസ് ലീഡേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എങ്ങനെയൊക്കെ വന്നു എന്ന് നോക്കി ആ ഒരു പാറ്റേൺ അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാവരുടെയും ഇയറും ഒന്നും പഠിക്കാൻ നോക്കണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഞാൻ ഈ ക്ലാസ്സുകളിൽ ആവശ്യമുള്ളത് മാത്രമാണ് വന്നേക്കുന്നത്. ഞാൻ ക്ലാസ്സുകൾ കണ്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് എജിറ്റേഷൻ 1915 പറഞ്ഞു. പിന്നെ ഈ വലിയ കല്ല് കൊണ്ടുള്ള ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ താണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനെതിരെ ഈ ഉള്ള മാലകളെല്ലാം കൂടി വലിച്ചെറിഞ്ഞ് ഒരു വലിയ കുന്നുപോലെ സൃഷ്ടിച്ച് ആ ഒരു എജിറ്റേഷൻ നടത്തിയതൊക്കെ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. അയ്യങ്കാളിയാണ് നടത്തിയത്. ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി കുമ്മി എന്ന കവിത രചിച്ചതാര്? കണ്ടോ, ഒരേ എക്സാമിന് തന്നെ, അതായത് ഒരേ പിന്നെ ഗാന്ധി ബോർഡ് എന്ന എക്സാമിൻ്റെ വിവിധ ഫേസുകളിൽ ചോദിച്ചതാണ്. ഒന്നിൽ ജാതിക്കുമ്മി ഒറ്റയാനെ ഓടം വൺ ഔട്ടായിട്ട് എടുത്തെഴുതാനായിട്ട് പറഞ്ഞു. അടുത്ത ജാതിക്കുമ്മി രചിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അറിയാലോ, ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നേരം 1 വേർഡ് ആയിരുന്നു. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 2, 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. 3, ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 4, 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഏത് ഓപ്ഷനാണ്? ക്ലാസ് ഒരു തവണയിലും കണ്ടവർക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എല്ലാ ഫാക്ട്സും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അന്നേരം പറഞ്ഞാലും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളത്. 1, 2, 3 മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടുള്ള പിന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് മന്നത്ത് പത്മനാഭനല്ല, C കേശവൻ ആണ്. അതും മുതുകുളം പ്രസംഗം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. 2, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. 3, വെട്ടിയാട്ട ആടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4, ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ പറഞ്ഞതാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു, ശരിയാണല്ലോ. പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നു. യോഹന്നാൻ എന്നാണ് റീനെയിം ചെയ്യപ്പെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, കറക്റ്റാണ്. 2ാമത്തേത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ, കറക്റ്റാണ്. 3ാമത്തേത് വെട്ടിയാട്ട ആടിലഹള. ആടിലഹള, മുണ്ടക്കയം ലഹള, കൊഴുകഞ്ചിറ ലഹള എന്നൊക്കെ പറഞ്ഞ ഒരു ലഹള നടന്നു, ബൈബിൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു, അതും ശരിയാണ്. അപ്പം ഏതെങ്കിലും ഒരു തെറ്റ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഈ 3ഉം ശരിയാണെന്നാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ 4ലോട്ട് പോകാം. 4 തെറ്റായിരിക്കും, കാരണം ഒരു ആൻസർ വേണമല്ലോ. നൺ ഓഫ് ദ എബോവ് ഇല്ല, അപ്പോൾ ഓപ്ഷൻ ഡി 4 മാത്രം എന്നുള്ളതാണ് ശരി. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അത് പറയുവാണെങ്കിൽ ക്രിസ്തീയ സമുദായത്തിൽ അദ്ദേഹം ആദ്യം നിലനിന്നിരുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് കുറേയൊക്കെ ശ്രമിച്ചു, അതിനുശേഷം അത് നടന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു 1909 അദ്ദേഹം
ക്രിസ്തീയ ഒരു സമുദായത്തിൽ നിന്നും മാറി എന്നിട്ട് PRDS എന്ന് പറഞ്ഞ പ്രദേശ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞ ഒരു സംഘടന ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അത് 4-മത്തേത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ D 4 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് VTF ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. VTF ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവന എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശരി ഏത് തെറ്റാണെന്ന് ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ ഓപ്ഷൻ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. രണ്ടാമത്തെ ഘോഷ ബഹിഷ്കരണം. മൂന്നാമത്തെ മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. മൂന്നാമത്തെ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. നാലാമത്തെ മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, 4ഉം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊടുമുണ്ട കോളനി എന്ന ആശയം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അതൊരു പുതിയ ഫാക്റ്റാണ്. പുതിയ ഫാക്റ്റ് അല്ല, അത് VTF ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൂടി VTF ഭട്ടതിരിപ്പാടിൻ്റെ കൂടെ എഴുതി വെച്ച് പഠിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പുതിയ ഒത്തിരി ഫാക്ട്സ് കിട്ടും. ശരിയാണെങ്കിലും തെറ്റാണ് ഇത് കണ്ടെത്താൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ഈ ശരിയായുള്ള പ്രസ്താവനകളെല്ലാം ആഡ് ചെയ്തു വേണം. അതായത് നേരത്തെ ക്ലാസ്സിൽ കിട്ടാത്ത ഫാക്ട്സ് എല്ലാം ആഡ് ചെയ്ത് പഠിച്ചു വേണം. അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നാനാമതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന് പറയുമ്പോൾ തന്നെ ശരിയാണ് എന്ന് VTF ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് അറിയാവുന്നതാണ്. ബാക്കി അറിയാമല്ലോ, ഘോഷ ബഹിഷ്കരണം, വിധവ വിവാഹം, മിശ്ര വിവാഹം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എല്ലാം ശരിയാണ്. എല്ലാം VTF ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ളതാണ്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് സമത്വ സമാജം, രണ്ടാമത്തേത് അരേ സമുദായം, മൂന്നാമത്തേത് ജ്ഞാനോദയ സഭ, നാലാമത്തേത് കൊച്ചി പുലയ മഹാസഭ. ഒന്നാമത്തെ സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ച ആരാന്ന് നമുക്കറിയാം, വൈകുണ്ഠസ്വാമികളാണ്. SCRT ഫാക്റ്റാണ്. ബാക്കി രണ്ടാമത്തെ അരേ സമുദായം, മൂന്നാമത്തെ ജ്ഞാനോദയം സഭ, നാലാമത്തെ കൊച്ചി പുലയ മഹാസഭ. നമുക്ക് ശരിക്കും തൽക്കാലം 2, 3, 4 എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള മാർഗ്ഗമേ ഉള്ളൂ. എല്ലാം ശരിയാണെന്നുള്ളത് തെറ്റാണെന്നറിയാം. പിന്നെ സമത്വ സമാജം വെച്ചിട്ടുള്ളത് Aയും Cയും 1 എന്നുള്ള ഫാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയില്ല. ഓപ്ഷൻ B 2, 3, 4 ആണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചെറുതല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അരേ സമുദായം എന്നാണ് പറഞ്ഞേക്കുന്നത്. അരേ വംശോദ്ധാന സഭയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പം അരേ സമുദായത്തെ കണ്ടെത്തിയ അദ്ദേഹമല്ല. അപ്പം ആ ഒരു ബേസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു കറൻ്റ്ലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫാക്റ്റ് മാത്രമേ നമുക്ക് എഴുതാനായിട്ടുള്ളൂ. എല്ലാം ശരിയാണെന്നും ബാക്കി 2 എഴുതാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട്. അപ്പം ഓപ്ഷൻ B ചൂസ് ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്താൻ ചേരുംപടി ചേർക്കാനാണ്. ഒന്നാമത്തേത് അരിവിപുരം പ്രതിഷ്ഠ, 2 ടാഗോറിൻ്റെ സന്ദർശനം, 3 ഗാന്ധിജിയുടെ സന്ദർശനം, 4 ഗുരുവിൻ്റെ സമാധി. എല്ലാം ഇയറാണ്, എല്ലാം നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഏതാ അരിപുരം പ്രതിഷ്ഠ എന്നാണ് 1888 ടാഗോറിൻ്റെ സന്ദർശനം 922 ഗാന്ധിജിയുടെ സന്ദർശനം 925 ഗുരുവിൻ്റെ സമാധി 928 കുറച്ച് ഇയറുകളൊക്കെ ഞാൻ കണക്ട് ചെയ്ത രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ഗാന്ധി ബോർഡ് എന്ന ഒറ്റ ഒരു എക്സാമിൻ്റെ പ്രിലിമിനറിയുടെ വിവിധ ഫേസുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ഫേസ് ചോദിച്ചതാണ്. അപ്പോൾ റിനൈസൻസ് എന്ന ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് റിവിഷൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഈ SCRT ഫാക്ട്സും എല്ലാം വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് എക്സാമിനേഷന് പോവുക. റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഒരു മാർക്ക് പോലും നമുക്ക് പോവരുത്. അപ്പം എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ച് നോട്ട്സൊക്കെ എഴുതി ഓരോ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ടോപ്പിക്കും കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടൊന്നും പോകാൻ പറ്റുകയില്ല. SCRT ഫാക്ട്സ് എങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഒപ്പം റിനൈസൻസ് ലീഡേഴ്സിൻ്റെ പ്രീവിയസും വർക്കൗട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി സൺഡേ.